അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുണ്ട്, പക്ഷെ പലരും സ്ഥലത്തില്ല. അവരൊക്കെ നിങ്ങളുടെ ഗതികേട് എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയാം, കഴിയുന്നതും ഒരാൾ പോലീസ് ആവാതിരിക്കുക. ഇതൊരു എളുപ്പമുള്ള പണിയല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഒന്നാണിത്. മനസ്സിലായോ? സാർ, സല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വിളിപ്പേരുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളൊക്കെ പോലീസാണ്, ഒന്നാണ്. ഓക്കെ സാർ? സാറിന്റെ മീശ. സാർ, അമ്മ പറഞ്ഞു മറന്നു പോണ്ടെന്ന്. എന്റെ ദൈവമേ, ഇത് കോമ്പൗണ്ടാ. നമുക്ക് ആ ക്വാർട്ടേഴ്സ് ഒക്കെ ഒന്ന് കാണണം. വെള്ളം വെക്കി. നോട്ടീസ് പോടാ. ഓ, കോഴിനെ കോട്ടേഴ്സിൽ കൊണ്ടു കൊടുക്ക്. പിടികിട്ടാ പുള്ളികളാ. നിക്കട അവിടെ. കോട്ടേഴ്സ് അവിടെ അല്ലേ? ഒറ്റ അടി. ഞാൻ എവിടെ പോയി? വണ്ടിയുടെ മനസ്സിലായി. ചാവി വേണോ അല്ലേ? പച്ചോ, വാങ്ങാൻ ആള് വരും. ഉടമസ്ഥൻ. വണ്ടിയുടെ മാത്രമല്ല, ഈ നാടിന്റെ. അതിൽ ഈ പോലീസ് സ്റ്റേഷനും പെടും. പോലീസ് സ്റ്റേഷന് ഒരു ഉടമസ്ഥനം? ചെറിയ ചേട്ടാ, ഇത് പ്രൈവറ്റ് പോലീസ് സ്റ്റേഷനാണ്. അത് പിന്നെ ഈ ഓ, മനസ്സിലായി. അപ്പൊ ശരി, ആള് വരട്ടെ. ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഇതിവിടെ ഇരിക്കട്ടെ. വാടാ. കാലക്കി സാറേ. എന്റെ ദൈവമേ. ക്വാർട്ടേഴ്സിലേക്ക് പോവാം. നീ എവിടേക്ക് പോണേ? ക്വാർട്ടേഴ്സിലേക്ക്. അതെ, നിന്റെ ഇവിടുത്തെ റോൾ എന്താണെന്ന് പുള്ളിക്കാരന് പിടികിട്ടിട്ടില്ല, നിന്നെയും പിടിച്ചിട്ടില്ല. എന്നാ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മാറി ഇന്നൂടെ പണ്ടാറം. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു നരസിംഹ മീശയും മട്ടും. അതെ, എന്നെ പിടിച്ചിട്ടില്ലെന്നോ? എന്താ കാര്യം? എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. മുഖം പൂത്തി ഞാനൊരു എന്തേടോ എന്റെ മുഖത്തൊരു വാട്ടം? അങ്ങോട്ട് പോയ ആവേശം കണ്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോ. ഏയ്, ഒരു SI രാജഗോപാല സാർ ഉണ്ടായിരുന്നില്ലേ? മീശയൊക്കെ പിരിച്ചു വെച്ച് കാക്കിയിട്ട് നെഞ്ചും പിരിച്ച് ലാത്തിയും കറക്കി ഒരു നടപ്പുണ്ടായിരുന്നു. എന്റെ പൊന്നോ, ആന എഴുന്നള്ളിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു. ബീരാനൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ എന്തേ വന്നപ്പോ എന്തായിരുന്നു പുകില്? ഉത്തമനെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു. പിന്നെ നമ്മുടെ അടവുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പയറ്റി കഴിഞ്ഞപ്പോ പിന്നെ എന്തായി? ഉണ്ണാൻ ഉത്തമൻ, ഉറങ്ങാൻ ഉത്തമൻ, തിരിയാൻ ഉത്തമൻ, എന്തിനിപ്പോ എടുക്കാൻ വരെ ഉത്തമൻ വേണമായിരുന്നു. പിന്നെ ഈ തോളത്ത് കൈയിട്ടുണ്ടല്ലോ ഈ അങ്ങാടിക്കൂടുള്ള നടത്തം വരെ. ഇത് ചെറുപ്പത്തിന്റെയാ? അല്ല, എന്നോട് വല്ലതും പറഞ്ഞ? ഇല്ല, അതല്ലേ അങ്ങേരുടെ വിവരക്കേട്. ഒരു സാമാന്യ മര്യാദയ്ക്ക് ആരാ എന്നൊന്ന് ചോദിക്കുക. സാർ, ഞാൻ ഉത്തമൻ എന്ന് ഞാനൊന്ന് പറയുക, അതല്ലേ എന്റെ ഒരു ശരി. ഇതൊരുമാതിരി റെയില് വിഴുങ്ങിയ പോലെ. നിങ്ങൾ കണ്ടോ ബീരാനക്ക? തുമ്പിയെ പിടിക്കുന്ന പോലെ ദാ ഇങ്ങനെ മെല്ലെ പുഷ്പം പോലെ പിടിച്ച് അതിന്റെ കുഞ്ഞു വാലൊരു നൂലും കെട്ടി ഇതിങ്ങനെയാണ് വിട്ട തുള്ളിക്കില്ലേ ഉത്തമൻ? ആളൊരു ശൂരനാന്ന് കേട്ട്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. വീഴ്ത്താമോ നീ ഉത്തമനൊന്ന് നോക്കട്ടെ. ബിരിയാണിക, ഒരു സ്പെഷ്യൽ ചായ, ഒരു സ്പെഷ്യൽ കാപ്പി, രണ്ടും വിത്തൗട്ട് ആയിക്കോട്ടെ. പഞ്ചസാര സെപ്പറേറ്റ് പൊതിഞ്ഞെടുത്തോ. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം തന്നെ ആയിക്കോട്ടെ. കുളം എത്ര കണ്ടതാ? എത്ര കുളം കണ്ടതാ? പെട്ടെന്ന് എടുത്തോ. ഈ ക്വാർട്ടേഴ്സ് ഒക്കെ എന്താ ഇങ്ങനെ? അറ്റകുറ്റപ്പണികൾ ഒരുപാടുണ്ട്. നിങ്ങൾ തന്നെ താമസിക്കുന്ന സ്ഥലമല്ലേ? ഒരു റിക്വസ്റ്റ് എഴുതി അറിയിച്ചിട്ട് ആ സമയം വെറുതെ കളയാന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. സുഹൃത്തിന്റെ വീട്ടില് കല്യാണത്തിന് പോണ മന്ത്രിക്ക് നടു റോട്ടില് പൊരി വെയിലത്ത് കാവൽ നിൽക്കുന്നത് മുതൽ രാഷ്ട്രീയക്കാര് തമ്മിൽ പക പോക്കാനും വെടിവെക്കാനും വരെ പോലീസ് വേണം. ആരെന്തൊക്കെ ചെയ്താലും നാട്ടുകാരുടെ ആട്ടും തുപ്പൊക്കെ പോലീസിന് തന്നെ. നമ്മുടെ കാര്യം നോക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നുമല്ല. മുറിബീഡിയും മുറി ട്രൗസറും ഉത്സവ പറമ്പിലെ നാടകങ്ങളിലെ കോമാളി വേഷമൊക്കെ പണ്ട്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. സാർ, ചായ.
വിത്തൗട്ടാ ഷുഗർ കരുതിയിട്ടുണ്ട്. മധുരത്തിന്റെ അളവറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അധികം മധുരം കഴിക്കാതിരിക്കുന്ന നല്ലത്. ഒരൊറ്റ പ്രാവശ്യം പിടികിട്ടിയാൽ മതി, പിന്നെ ഞാൻ പിടിച്ചോളാം. ചായയാണോ കാപ്പിയാണോ, കടുപ്പം കൂടുതലാണോ കുറവാണോ, എത്ര മധുരം? എനിക്ക് ചായ വേണ്ടെങ്കിലോ? വെള്ളമുണ്ട്, ചൂടാണോ തണുപ്പാണോ, രണ്ടും കരുതിയിട്ടുണ്ട്. ദാ. ഓ പഞ്ചസാരയാ പൊതിക്കാൻ. ആളൊരു ശൂരനാണെന്ന് കേട്ടു. ആരാ? എല്ലാരും അതല്ല, നമ്മളാരാ? ഉത്തമൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുപ്പം മുതലേ ചെറുപ്പം തൊട്ട് ഒരാളാവുമ്പോൾ ചെറുപ്പത്തിലും വരുന്നതാണല്ലോ ഉത്തമൻ. ഉത്തമൻ തന്നെയാണല്ലോ ഉത്തമൻ അല്ലേ? അത് ശരി. അപ്പൊ നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഒരു ഉത്തമൻ. കറക്റ്റ്. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. സുഹൃത്തെ, എന്താ നിന്റെ പ്ലാൻ? അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഞാൻ ഉത്തമൻ. പുലിമുറ്റത്തെ അലക്സ് കുഞ്ഞ്. ഓ, മനസ്സിലായി. ഉടമസ്ഥൻ. ഈ പോലീസ് സ്റ്റേഷന്റെ, ഈ പ്രദേശത്തിന്റെ എല്ലാ ഉടമസ്ഥൻ. ഉടമസ്ഥനാ? എന്തേ? എന്നതേ ഇങ്ങോട്ടിരിക്കാം. പരിചയക്കുറവാ. ശരിയാ, ഞാൻ പോലീസിലായിട്ടൊരു 1.5 വർഷമേ ആയുള്ളൂ. തിരുവനന്തപുരത്ത് വെച്ച് ഒരു ചോട്ടാ ലീഡറുടേതാ ഇവിടെ ഇട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. പിന്നെ അതിനെ ചൊല്ലി സസ്പെൻഷൻ, പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ കൊലവിളി, തലചൊറിയന്മാരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണി വേറെ. പിന്നെതാ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഇങ്ങോട്ട്. പരിചയക്കുറവാ. പുതിയ SI വന്നു എന്നറിഞ്ഞപ്പോ ഞാൻ സണ്ണിച്ചായനെ വിളിച്ചു. എന്റെ ബ്രദറാ, പുലിമുറ്റത്ത് സണ്ണി തോമസ്. സണ്ണി തോമസ് തീരുമാനിക്കും, കർത്താവ് നടത്തി കൊടുക്കുന്ന നാട്ടിലൊക്കെ ചൊല്ല്. ആളിപ്പോ പൊള്ളാച്ചിയിലാ. പൊള്ളാച്ചി കാലിച്ചന്ത സണ്ണിച്ചൻ അറിയാതെ അനങ്ങില്ല. വിളിച്ചപ്പോ പറഞ്ഞു, പുതിയ സാറിന് ഒരു കുറവും വരുത്തരുതെന്ന്. ചാർജ് എടുത്ത സാധാരണ സാറുമാര് പുലിമുറ്റത്ത് വരും. അതാ ഇവിടുത്തെ ഒരു രീതിയെ. ഈ പുലിമുറ്റത്ത് എന്ന് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ മനസ്സിലായി കാണില്ല. കുഞ്ഞൂഞ്ഞ് ഒരു കുടിയേറ്റക്കാരനായിരുന്നു, ഞങ്ങളുടെ അപ്പന്റെ അപ്പൻ. കട്ടപ്പാറയും തൂമ്പയും കൊണ്ടല്ല, ചങ്കൂറ്റം കൊണ്ട് അങ്ങേര് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാ ഈ നാട്. സ്ഥിരമായി ശല്യം ചെയ്തിരുന്ന പുലിയെ പിടിച്ചുകെട്ടി 4 കാലിൽ നഖം പിഴുതെടുത്ത് മുറ്റത്ത് പട്ടിയെപ്പോലെ കെട്ടിയിട്ടത്രേ. അങ്ങനെ വന്ന പേരാ പുലിമുറ്റത്ത്. ആ പുലി ഇപ്പോഴും ആ മുറ്റത്തുണ്ടോ? ഈ നാട്ടിലെ കുത്തും വെട്ടും ഒക്കെ പറഞ്ഞു തീർത്തിരുന്നത് ഞങ്ങളുടെ അപ്പൻ തോമാച്ചന്റെ കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ. എന്ന് വെച്ചാ ഞങ്ങളുടെ വീടായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ആ ശല്യം ഒന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അപ്പച്ചൻ ഓടി നടന്ന് സ്വാധീനം ചെലുത്തിക്കൊണ്ടുവന്നതാ ഈ പോലീസ് സ്റ്റേഷൻ. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ പണിത പോലീസ് സ്റ്റേഷൻ. ശരി, അപ്പൻ ഈ നാട് തന്നെ ഉണ്ടാക്കി, നല്ല കാര്യം. അപ്പൻ ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി, അത് അതിലും നല്ലൊരു കാര്യം. ആ അപ്പന്റെ മക്കളായ സണ്ണി അലക്സിയും എന്താ ഉണ്ടാക്കുന്നത്? ഗുണ്ടായിസം അല്ലേ? മനസ്സിലായില്ല. സണ്ണിച്ചായന്റെ പൊന്നുമോന് സ്നേഹപൂർവ്വം ഞാനൊരു കാര്യം മനസ്സിലാക്കി തരാം. പോലീസ് സ്റ്റേഷൻ പണിത അപ്പൻ മകനെ പോലീസിലാക്കിയിട്ട് പോയിരുന്നെങ്കിൽ അലക്സി തോമസിന് പോലീസ് പണി എടുക്കായിരുന്നു. അതില്ലാത്തിടത്തോളം പോലീസ് അല്ലാത്തവരാരും പോലീസ് സ്റ്റേഷൻ കാര്യം ഇറങ്ങണ്ട, പോലീസ് പണി എടുക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാവുന്ന. ഇല്ലെങ്കിലോ? നോ. ജമീന്ദാർമാരും ഗുണ്ടാ സംഘങ്ങളും പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന നാടുകളുണ്ട്. ഇത് കേരളം, കേരള പോലീസ്. അയ്യോ, താനിങ് വന്നേ. വാ. പെട്ടെന്ന് ചിരി വരുമല്ലേ? ചിരിപ്പിക്കുകയും ചെയ്യും. ഇയാളെന്താ ഇവിടുത്തെ ആസ്ഥാന തമാശക്കാരനാണോ? ഏയ്, ഞാനൊരു തമാശക്കാരനെന്ന് എല്ലാരും പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല സാറേ. വായിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ വളിപ്പ് വിളിച്ച് പറയും. അത് കേട്ട് ഇവിടുത്തെ പോലീസുകാര് ചിരി ചിരി ചിരി. എന്താ സാർ ഇപ്പൊ ഇയാൾ ചിരിച്ചെന്തിനാ? സാറ് കലക്കി സാറേ, എനിക്ക് ഇഷ്ടായി. ഇവന്മാരുടെയൊക്കെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ പറ്റിയ പോലീസുകാരെ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല സാറേ. സാറ് ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കണം.
എന്നിട്ട് അതൊന്ന് കുമ്പിട്ടെടുത്തണം മോനെ എന്ന് പറയണം. അവൻ അങ്ങോട്ട് കുനിയുമ്പോണ്ടല്ലോ അവന്റെ കുണ്ടലിനെ നോക്കിട്ട് ഒറ്റ കേറ്റാണ്ട് വിടണം സാറേ. ഉത്തമ, ഓ ഉത്തമൻ ഇങ്ങ് വാ. ഓ ഉത്തമന്റെ വീട് എവിടെയാ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീടും കൂടുന്നില്ല സാറേ, ഞാനൊരു ആകാശപ്പറവയാ. അമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ഓർമ്മ മാത്ര, വ്യക്തമല്ലാത്തൊരു ഓർമ്മ. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ എവിടെയോ ഒരു അച്ഛനുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 6-7 വയസ്സ് മുതൽ ഞാൻ ഇവിടെ തന്നെ. ഇവിടുത്തെ സാറന്മാർക്ക് ബീഡിയും മുറുക്കാനും സിഗരറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത അങ്ങനെ ഇവിടത്തെ ഒരാളായിട്ട് താമസം ഇവിടെ തന്നെയാ. അപ്പൊ കിടപ്പ് ലോക്കപ്പിലാണോ? അയ്യോ അല്ല സാർ, ഇടിവിട്ട് മഴയും വരും അതിനകത്ത് കയറി കിടക്കും. ലോക്കപ്പ് ഫ്രീ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഇവിടെയാണ് എന്റെ സ്ഥിരതാമസം, ഈ വാട്ടർ ടാങ്കിന്റെ ചോട്ടില്. ഇവിടെ ആവുമ്പോ എപ്പോഴും ഒരു നോട്ടം കിട്ടുകയെ. ഉത്തമ എന്നൊന്ന് വിളിച്ചാ എന്തോന്ന് വിളിയേക്കാൻ എളുപ്പമാ. കേറ്. എന്തിനാണ് സാർ? കേറ്, പറയാം. ഓ ഇനി എന്ത് വേണം സാർ? അവിടെ ഇരിക്കുന്ന നിന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം എടുത്തോ. ഓ ഇവിടുന്ന് ക്വാർട്ടേഴ്സിലേക്ക് മാറി. ഓ എല്ലാം എടുത്തോ? ഓ, ഒന്നും മറന്നിട്ടില്ല? ഇല്ല സാർ. എന്നാ വാ. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവനെ തല്ലിക്കൊന്നാലും ഇത്രയും സങ്കടം ഇല്ലായിരുന്നു. അതിനേക്കാൾ വേദന പിടിച്ച കാര്യമല്ലേ അയാൾ ചെയ്തത്? നാളെ ഡോക്ടറെ കാണാൻ പോകാനുള്ളതാ. നിങ്ങൾ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് SI കണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാലോ? ഞങ്ങള് പോലീസുകാരല്ല, വകുപ്പ് മന്ത്രി പറഞ്ഞാൽ പോലും അയാൾ കുലുങ്ങില്ല. പിന്നൂരിയ ബോംബ് പോലെ അയാളുടെ നിപ്പും ഭാവവും നടപ്പും രീതിയൊക്കെ ഏത് നേരത്തായി എപ്പോഴാ പൊട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ആ പയ്യനില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നേരത്തിന് സ്കൂളിൽ പോവോ വരുവോ? അരി മീന് നേരത്തിന് കിട്ടോ? ഈ മനുഷ്യനെ കൊണ്ട് എന്തിനു കൊള്ളാം? പിള്ളേര് 3 എന്നിട്ട് എന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നു ഒറ്റ മിണ്ടായിരിക്കും മനുഷ്യ. ഒന്നും മിണ്ടാതിരിക്കുക. എന്തായാലും ഉത്തമൻ ഇവിടുന്ന് പോയതോടെ ഈ ക്വാർട്ടേഴ്സിലെ കാര്യങ്ങളാകെ അവതാളത്തിലായല്ലോ ചെറിയാൻ സാറേ. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അവനെ പിടിച്ച് പുറത്താക്കിയേ. ചെറിയാനെ ആ കൊച്ചൻ എന്തിയടാ? കുറച്ച് തോടിന്റെ 3-ാം കടവിന്റെ തൊട്ടടുത്തൊരു അലക്കുകല്ലില്ലേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവൻ അവിടെ പോയിരിക്കും. അലക്കുകാരി ആയിരുന്ന അവന്റെ അമ്മ കുഞ്ഞുനാളിൽ അവനെ കഴുകി കുളിപ്പിച്ച് ആ കല്ലിന്മേലിരുത്തി തുണി നനയ്ക്കുന്നത് അവന് കണ്ട ഓർമ്മയുണ്ട് അത്രേ. മതിലിൽ ഉത്തമഞ്ചേട്ടന്റെ തല. എടാ, ഉത്തമേട്ടന്റെ തല മാത്രമല്ല, ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം ആ എക്സിറ്റ് പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല, ജീവനുണ്ട്, ദേ ചിരിക്കണോ? പാമ്പാവോ? വേണ്ട, പോയിക്കോ. ഞാൻ പോവില്ല. അകത്തുണ്ടെന്ന് പോ. ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ചീർപ്പവിടെയാണ്. ഉത്തമ സുഖാണോ? സുഖാണോന്ന്? ഇത്തിരി സുഖക്കുറവുണ്ടോ? ഇവനെന്ത് പറ്റി? ഉത്തമോ, പോലീസുകാർ ഞെട്ടിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക്? ഓവല, ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളാന്നുണ്ട്. അത് നിന്റെ പെട്ടത്തിലെ തല്ലി പൊളിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? തമാശയാവാം, പക്ഷെ അത് അമ്മയ്ക്ക് വായുളി കുറയ്ക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ, എന്തരാണടേ നീ ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേലും പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലുന്നിടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. SI സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഈ ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച SI യും SP യും IG ഒക്കെ ആയിട്ട് എന്നെ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട.
ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു വഴിയുടെ? ഈ ബോംബ് കേട്ടോ, ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണം മേടിച്ചിട്ട് ആരെയും കെട്ടി ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞു വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. സ്റ്റേഷൻ പോലെ ഇവിടെ കാണണ്ട പറഞ്ഞേക്കാം ഞാൻ. എന്റെ ശ്രീവാപ്പനാവാ, നീ കയ്യിൽ നിന്ന് പോയാടെ. എന്താണോ പിള്ളേ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ?